കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ 7ാമത് അമേരിക്കൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് കോഴിക്കോട്ട് കളമൊരുങ്ങുന്നു. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ഡിസംബർ 21-ന് മത്സരം ആരംഭിക്കും. 200-ലേറെ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 19-ന് രാവിലെ സൗത്ത് ബീച്ച് മുതൽ ഓപ്പൺ സ്റ്റേജ് വരെ സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന മുദ്രാവാക്യത്തോടെ കൂട്ട ഓട്ടം സംഘടിപ്പിക്കും. ഡിസംബർ 21-ന് ഉദ്ഘാടനത്തിനു ശേഷം 14 ദിവസങ്ങളിലായി വൈകിട്ട് 5:30 മുതൽ 8:30 വരെ 2 മാച്ചുകൾ നടക്കും. ജനുവരി 2-ന് സെമിയും 4-ന് ഫൈനലും നടക്കും. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് സലീം പന്തിരാങ്കാവ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നിർവഹിച്ചു. 7 വർഷമായി ഞങ്ങൾ പഴയകാല കളിക്കാരെ, അതായത് പണ്ട് കളിക്കാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന, കളിക്കാരാവണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന സമയത്ത് വിവിധ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് കളിക്കാരാവാതെ പോയി, ഫുട്ബോൾ കളിക്കാൻ കഴിയാതെ ഗൾഫിലേക്കും അല്ലെങ്കിൽ മറ്റു പണികളിലേക്കും മറ്റു ജീവിത സാഹചര്യങ്ങൾ അവരെ വേറെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിരുന്നുണ്ട്. ഇനിയൊരു 40 കഴിയുന്ന സമയത്ത് അവർക്ക് പഴയ കളിക്കാരനാവാനുണ്ടായിരുന്ന ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപകൻ NK അൻവർ, പ്രസിഡന്റ് സലീം പന്തിരാങ്കാവ്, ടൂർണമെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഷമീം റാസ, കൺവീനർ സുനിൽ മാധവ്, ജോയിന്റ് സെക്രട്ടറിമാരായ C അബ്ദുൾ സമദ്, അഷ്കർ പെപ്പർ ഗ്രേ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.